അതെ, നമുക്കിന്ന് ഒരു സ്പെഷ്യൽ ചമ്മന്തിയുടെ റെസിപ്പി നോക്കാമേ. അതാണ് പപ്പട ചമ്മന്തി. അതിനായിട്ട് ഞാനിവിടെ ഒരു 6 പപ്പടം ചെറിയ പീസുകളായി വെളിച്ചെണ്ണയിൽ വറുത്ത് കോരി മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം ഒരു കടായി സ്റ്റൗവിലേക്ക് വെച്ചു. സ്റ്റൗ കത്തിച്ച് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു 6 ചന്തമുളക് മൂപ്പിച്ച് കോരി മാറ്റാം. ശേഷം ഒരു 10 കൊച്ചുള്ളിയും 1 തണ്ട് കറിവേപ്പിലയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നുറുക്കിയതും നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് ഒരല്പം വാളംപുളിയും കൂടെ ചേർത്ത് വീണ്ടും വഴറ്റി കോരി മാറ്റാം. ചൂടാറുന്നതിനനുസരിച്ച് എല്ലാം കൂടെ മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കറക്കിയെടുക്കാം. അതിനുശേഷം 1/2 കപ്പ് തേങ്ങയും ഒരു 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും ചേർത്ത് ഒന്നുകൂടി കറക്കിയെടുക്കാം. അത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കി വെച്ചിരിക്കുന്ന പപ്പടം പൊടിച്ച് മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് ഒന്നിച്ച് നന്നായി അരച്ചെടുക്കാം. ഒട്ടും വെള്ളം ചേർക്കരുതേ. നന്നായി മിക്സ് ആയതിനു ശേഷം ആവശ്യമെങ്കിൽ ഉപ്പ് ചേർക്കാം. കാരണം പപ്പടത്തിന് ഉപ്പുള്ള കാര്യം അറിയാമല്ലോ. ഞാനിവിടെ 1/2 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശേഷം ഉരുട്ടിയെടുത്ത നമ്മുടെ രുചികരമായ പപ്പട ചമ്മന്തി റെഡി. ചോറിനൊപ്പവും കഞ്ഞിക്കൊപ്പവും പൊതിച്ചോറിനൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.